വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പുറത്ത് നിന്നിട്ടാണ്, അതായത് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഇൻട്രോ എടുക്കണേ. അപ്പോൾ കിളികളുടെ നല്ല സൗണ്ട്, എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് നിന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല സംഭവം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. കുട്ടികൾ സ്കൂളിൽ പോയിട്ടുള്ള ദിവസത്തെ എൻ്റെ ഒരു ഈവനിങ്ങും കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസത്തിലെ ഒരു ഈവനിങ്ങും രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സ്കൂളുള്ള ദിവസത്തെ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ്ങിൽ ഉള്ളതെന്ന് കാണാം. അപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്, ആ ഒരു ടൈം മുതൽ കാണിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത്, നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ചില സമയത്ത് അവർ പാലും ബിസ്ക്കറ്റും അങ്ങനെ കഴിക്കാറുണ്ട്, ചില സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി അത് കഴിക്കാറുണ്ട്. ഓരോ ദിവസം ഓരോ ഇതായിരിക്കും. വന്നിട്ട് ചോറ് കഴിക്കുന്ന ഇത് ഇല്ല കേട്ടോ, ആ ഒരു ശീലം ഇല്ല, അവർക്കിഷ്ടമല്ല. കാരണം ചോറ് കൊണ്ടുപോകണ കാരണം കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മക്രോണി ഉണ്ടാക്കാം. നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അധികം വെജിറ്റബിൾസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു സോസ് വെച്ചിട്ടുള്ളൊരു മക്രോണി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുണ്ട്, നമുക്ക് പാല് തിളപ്പിക്കാനുണ്ട്. അങ്ങനെ അവർക്ക് വരുന്ന സമയത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫേസ് ബേബിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. അതിലോട്ട് പോകുന്ന മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കിളികൾ സമ്മതിക്കണില്ല കേട്ടോ എന്നോട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അകത്തോട്ട് കയറട്ടെ. ഞാൻ എന്താ വിചാരിച്ചാൽ പുറത്ത് നിൽക്കുമ്പോൾ നല്ലൊരു വെളിച്ചമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ എടുക്കാമെന്ന് വിചാരിച്ചാൽ പുറത്ത് പോയി നിന്നപ്പോൾ കിളികൾ സമ്മതിക്കുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ആകെ സൗണ്ട്, ഇന്നല്ലാത്ത സൗണ്ട് ഞാനിപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു സൗണ്ട് കേട്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇനി അധികം ടൈമില്ല, നമുക്ക് ഒരു 4:15 ആകുമ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കണം അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മോൾക്ക് പേടി അവിടെ നിന്ന് നടന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഒന്നും കൂടെ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ പണി നോക്കട്ടെ. മക്രോണി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മക്രോണി ഇടണം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനുണ്ട് കേട്ടോ. പാല് ഞാൻ വൈകിട്ടാട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. രാവിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉറക്കം വരുന്ന പോലെ, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കൂടിയിരിക്കും പാലൊക്കെ കുടിച്ച് സ്കൂൾ വണ്ടിയിൽ കയറുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പാലൊന്നും രാവിലെ അങ്ങനത്തെ ഇത് രാവിലെ കൊടുക്കാറില്ല. സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് പാൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് പാല് തിളപ്പിക്കട്ടെ കേട്ടോ. എൻ്റെ സിസ്റ്ററും കൂടി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഇതുപോലെ വല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ആൾ തന്നെയുണ്ട് കൂടുതലും ആൾക്കാർ. ഞാൻ വല്ല ചെറിയ തക്കിട ഹെൽപ്പൊക്കെ ചെയ്യാറുള്ളൂ, ആൾ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ന് ആൾ പുറത്ത് പോയേക്കുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ തന്നെ അതിങ്ങോട്ട് ഡ്യൂട്ടി ഫുൾ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്രോണി ഞാൻ വേവിക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആയിരിക്കും ആ ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ സവോളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്, അരിഞ്ഞ് റെഡിയാക്കാനുണ്ട്. മക്കൾ വരാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും അവർ വരുമ്പോഴത്തേനും ഇതിൻ്റെ പകുതിയെങ്കിലും കഴിയണം, എന്നാലും ഇപ്പോൾ അവരവിടെ പോയി വിളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കട്ടെ. കുട്ടികൾ വരാനായിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് ഭയങ്കര വെയിൽ, സൺ കിസ് ചെയ്യുന്നുണ്ട് തോന്നണം. മക്രോണി ഉണ്ടാക്കൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഇതേട്ടെ രണ്ടാളും വരുന്നുണ്ട്. രാവിലെ കണ്ട പോലത്തെ കുളമല്ല, ആകെ മുടിയൊക്കെ ആകെ കേടുവന്ന്. ഇനിയൊരു അംഗം തന്നെ ആയിരിക്കും കേട്ടോ ബഹളം. ഇനി മോനെ ട്യൂഷന് പോകണുണ്ട്, അപ്പോൾ അവനെ ചായ ഒക്കെ കൊടുത്ത് വേണം ട്യൂഷന് വിടാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ടാവും, ട്യൂഷന് പോവില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം.
വേവാ നമ്മൾ മക്രോണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഹറിബറി ആയിരുന്നു, കാരണം മക്കൾ വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ റെസിപ്പി അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് കണ്ടാൽ മതി. പിന്നെ അപ്പോൾ ഞാൻ മക്കൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് മക്രോണിയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. ഞാൻ മക്രോണിയും പാലൊക്കെ 3 ആൾക്കും എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടി വി ഒക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്യാമറ കണ്ടപ്പോൾ എൻ്റെ മോൾ നിങ്ങളെ വെൽക്കം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിട്ട് ഫേസ് ബേബി ഉറക്കനേറ്റ് വന്നത്. അപ്പോൾ ഞാൻ അവനെ ഒക്കത്തൊക്കെ ഇരുത്തിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ ക്യാമറയിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ എന്താ വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണോ എന്ന് വെച്ചാൽ ഉറക്കനേറ്റ് വന്നതാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് ട്യൂഷന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററാണ് കൊണ്ടാക്കുന്നത്. സിസ്റ്ററുടെ മോളും കൂടെ പോകുന്നുണ്ട് കേട്ടോ, ട്യൂഷന് പോകാറുണ്ടായിരുന്നു. ഇന്ന് ആൾക്ക് വയ്യാത്താൻ ആളില്ല, അപ്പോൾ അതിൻ്റെ ഒരു മടിയും കൂടി മോനിക്കുണ്ട്. അപ്പോൾ ടൈം എങ്ങനെ കളയാന്നുള്ള കളിയാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. മോള് ട്യൂഷന് പോകണില്ല കേട്ടോ, പക്ഷെ അവർ പോകുമ്പോൾ കൂടെ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കും. മോനെ ട്യൂഷന് പറഞ്ഞയച്ചു. ഇനി ആണെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോകാനുണ്ട്, ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ മോന് വരുമ്പോഴത്തേനും അവൻ ട്യൂഷന് വിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഒരുങ്ങി നിൽക്കണം. അപ്പോൾ അവന് വന്നു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ വൈകുന്നേരം ഈ ഒരു ടൈമിൽ ചായ കുടിക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു 4-5 മണി ടൈമിൽ ഞാനങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിയൊക്കെ. അതും നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നിർബന്ധമായിട്ട് കുടിക്കുന്നതല്ല. എന്തെങ്കിലും കുടിക്കാൻ തോന്നിയാൽ അങ്ങനെ കുടിക്കും, എന്തെങ്കിലും കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിനി അധികം ടൈം കളയാനില്ല. മോളെ ഒരുക്കണം, ഫേസ് ബേബിനെ ഒരുക്കണം, എന്നിട്ടാണ് എനിക്ക് ഒരുങ്ങാൻ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അതായത് മോന് വേഗം ട്യൂഷൻ കഴിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒന്ന് റെഡി ആവട്ടെ. റെഡി ആവാനായിട്ട് പോയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്, മക്കളുടെ ലഞ്ച് ബോക്സ് ഒന്നും എടുത്ത് വെച്ചില്ല, കഴുകിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേഗം ബാഗൊക്കെ എടുത്ത് ആദ്യം മോളുടെ ബാഗ് എടുത്ത് അവളുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടോ. പിന്നെ മോൻ്റെത് എടുത്തപ്പോഴാണ് വാട്ടർ ബോട്ടിൽ ഫുള്ള് വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒരു കുറച്ച് മാത്രമേ അവനെ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേഗം അതൊക്കെ കഴുകി വെച്ച് മോന് കുറുക്കുണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ, കാരണം നമ്മൾ അവിടുന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അവിടുന്ന് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറുക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പോണ തിരക്കായതുകൊണ്ട് റെഡി ആയതും നമ്മൾ പോണതും ഒന്നും എടുക്കാൻ പിന്നെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.